ഒരുപാട് നാളത്തെ ആലോചനയ്ക്ക് ശേഷം അവസാനം ബാലചന്ദ്രൻ തീരുമാനിക്കുന്നുണ്ട് അലീനയെ എന്തായാലും അവളുടെ അച്ഛൻ്റെ കൈകളിൽ സുരക്ഷിതയായിട്ട് ഏൽപ്പിക്കണമെന്ന്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൈജയന്തി ഒരിക്കലും അവളെ സ്നേഹിക്കുകയുമില്ല. അവൾ ഇവിടെ നിന്ന് അനുഭവിക്കേണ്ട ദുരിതങ്ങളെല്ലാം അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി എന്തായാലും അവളെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ലാലച്ചനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് ലാലച്ചൻ്റെ ഫോൺ നമ്പർ അവസാനം ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം ബാലചന്ദ്രന് കിട്ടുന്നത്. അപ്പോൾ ലാലച്ചനെ ഫോൺ ചെയ്യുന്ന സമയത്ത് ലാലച്ചൻ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് സംസാരിക്കുന്നത് എന്ന്. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഭാര്യയുടെ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവളുടെ പേര് വൈജ എന്നാണ്. ഒരു നിമിഷം ഒന്നും മിണ്ടാതെയാണ് ലാലച്ചൻ ഇത് കേട്ട് നിന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മകളുള്ള കാര്യം അറിയാമോ? അവളെ നിങ്ങളെ കൈകളിൽ ഏൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫോൺ ചെയ്തത്. അപ്പോൾ വല്ലാത്ത ഒരു ഇടറിയ ശബ്ദത്തോടു കൂടി ലാലച്ചൻ പറയുന്നുണ്ട്, വൈജയുടെ ഭർത്താവോ? എനിക്ക് മകളുണ്ടെന്നോ? നിങ്ങൾ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് നിങ്ങളിനി ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവസാനം ലാലച്ചൻ എല്ലാ സമ്മതവും മൂളി എനിക്കെൻ്റെ മകളെ കാണണം എന്നുള്ള സത്യം തുറന്നു പറയുകയാണ്. ബാലചന്ദ്ര, എനിക്കൊരു മകളുണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. അവളിപ്പോൾ എവിടെയാണ്? എൻ്റെ മകളെ എനിക്ക് ഒരു നോക്കെങ്കിലും കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അവളെ എത്തിക്കാം. ഇനി നിങ്ങൾ അവളെ പൊന്നുപോലെ നോക്കണം. ഇത്രയും നാളും അവളുടെ അമ്മ അവളെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ടും ഞാൻ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് എൻ്റെ മകളെപ്പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. സ്വന്തം അമ്മ മകളെ തിരിച്ചറിയാത്തത് കൊണ്ട് എന്നെയും അവളെയും ചേർത്ത് വെച്ച് അവളുടെ ജീവിതത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറയുന്നു. അതിന് ഒരിക്കലും എനിക്കോ തൻ്റെ മകൾക്കോ കേട്ടോണ്ട് നിൽക്കാൻ കഴിയില്ല. 22 വയസ്സിനിടയിൽ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടതകളും ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു. എല്ലാ ദുരിതങ്ങളും അതിൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം അമ്മയുടെ അടുത്താണ് നിൽക്കുന്നതെങ്കിലും ഇതുവരെ ഒരമ്മയുടെ സ്നേഹം അതിന് കിട്ടിയിട്ടില്ല. പക്ഷേ ആവോളം ഞാൻ ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുത്തു. ഇനി നിങ്ങൾ വേണം അതിനെ പൊന്നുപോലെ നോക്കാൻ. എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ വൈജയന്തി അവൾ ഒരിക്കലും അവളെ ഒരു മകളായിട്ട് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ലാലച്ചൻ ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. ലാലച്ചൻ ആലോചിക്കുന്നുണ്ട് ആഗ്രയിൽ കഴിഞ്ഞ ആ ദിവസങ്ങൾ, വൈജയോടൊത്തുള്ള സന്തോഷകരമായിട്ടുള്ള ആ ദിവസങ്ങൾ. എത്രയോ നാൾ നമ്മൾ സ്വപ്നം കണ്ടിരുന്നു നമ്മുടെ കുഞ്ഞിന് വേണ്ടി. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ലാലച്ചൻ്റെ മനസ്സിൽ കൂടെ അങ്ങനെ മിന്നു മാഞ്ഞു പോകുന്നുണ്ട്. ലാലച്ചൻ്റെ ഓഫീസിലെ അലമാരയിൽ ഒരു ഫയൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ലാലച്ചൻ പതിയെ ആ ഫയൽ തുറന്നപ്പോൾ വൈജയന്തിയും ലാലച്ചനും വൈജയന്തിയുടെ വയറ്റിൽ അലീനയും കിടക്കുന്ന, അതായത് ആ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എടുത്തുന്ന ഫോട്ടോ, ലാലച്ചൻ വൈജയന്തിയുടെ വയറിൽ തടവിക്കൊണ്ട് നിൽക്കുന്ന ഫോട്ടോ, അത് കാണുമ്പോൾ ലാലച്ചൻ്റെ കണ്ണ് വല്ലാതെ അങ്ങ് നിറയുന്നുണ്ട്. എന്നിട്ട് ആലോചിക്കുകയാണ്, അന്ന് ആ ഒരു നശിച്ച ദിവസം, ഞാനന്ന് അവളോടുത്ത് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പോയ ദിവസം, എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. അന്ന് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. കല്യാണം രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അത് രജിസ്റ്റർ ചെയ്ത് ഉടനെ തിരിച്ചു വരാം, എന്നിട്ട് നാട്ടിൽ കൂട്ടിക്കൊണ്ടു പോവാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് അവളെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. വഴിക്ക് വെച്ച് ഒരു ലോറിയായിരുന്നു എൻ്റെ കൺമുൻപിൽ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കണ്ണു തുറക്കുമ്പോൾ ശരീരമാസകലം വേദന, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസങ്ങൾ. അങ്ങനെ 3 മാസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോഴും വൈജയുടെ കാര്യം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞ് ഞാനൊന്ന് എണീറ്റ് നടക്കാറാവുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്നത് ആഗ്രയിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവളെ കാണാനില്ല. ഞാൻ വല്ലാതെ പരിഭ്രാന്തനായി. അവിടെ ചെന്ന് ഒരുപാട് ഞാൻ കൂട്ടുകാരോട് അന്വേഷിച്ചു വൈജ എവിടെയാണ് എന്ന്. എന്നെ കാണാനില്ലാതെ വൈജ ഇവിടെ പരിഭ്രാന്തയായി നടക്കുകയായിരുന്നു. പൂർണ്ണ ഗർഭിണി. അവൾക്ക് തനിയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല.
അവസാനം അവളുടെ വീട്ടുകാരോട് അവൾക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വന്നു. അങ്ങനെ അവളുടെ മൂത്ത ഏട്ടൻ ഗംഗാധര മേനോനാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഞാൻ പലയിടത്തായി അന്വേഷിച്ചു. അവളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഞാൻ കയറി ഇറങ്ങി നടന്നു. അവൾ പ്രസവിച്ച ഡേറ്റോ എന്തെങ്കിലും അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അവൾ പ്രസവിച്ചോ അതോ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ ഒന്നും എനിക്കറിയില്ല. അവളുടെ അച്ഛൻ അന്ന് അയാൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്കറിയാം അന്ന് ചിലപ്പോൾ ആ കുഞ്ഞിനെ അയാൾ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കാണും. അങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി ഇത്രയും കാര്യങ്ങൾ അയാൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സ് വല്ലാതെ പിടഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഫയലിൽ ഫോട്ടോ വെച്ച് അയാൾ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ലാലച്ചൻ ബാലചന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, എനിക്ക് എൻ്റെ മകളെ കാണണം ബാലചന്ദ്ര, പക്ഷേ എൻ്റെ മകളായിട്ട് ഒരിക്കലും എനിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല. പക്ഷേ ഒരു നാൾ ഞാൻ അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിക്കും എല്ലാവരുടെയും മുന്നിൽ. ഇപ്പോഴും അവൾ എൻ്റെ മകളെപ്പോലെ തന്നെയായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, മറ്റാരെയും അറിയിക്കില്ല എന്ന് മാത്രം. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഓഹ് അതിനെയും അവിടെയും വേലക്കാരിയാക്കാനാണോ നിങ്ങളുടെ ഭാവം? തനിക്കൊന്നും നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് ബാലചന്ദ്ര, തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്, അതൊരു പാവം കുട്ടിയാണ് എന്ന്. ഇല്ല, ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല. എൻ്റെ മകളായിട്ട് എല്ലാവരുടെ മുമ്പിലും അംഗീകരിച്ചില്ല എങ്കിലും എൻ്റെ മനസ്സിൽ അവൾ എൻ്റെ മകൾ തന്നെയല്ലേ. ഒരച്ഛന് അവളോട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ ബാലചന്ദ്ര, തനിക്കും ഇല്ലേ മക്കള് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അലീനയോട് പറയുന്നുണ്ട്. മോളെ, അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? എന്താ അച്ഛാ പറയാനുള്ളത്? അച്ഛൻ പറഞ്ഞാൽ ഇതുവരെ ഞാൻ എന്തെങ്കിലും കാര്യം കേൾക്കാതിരുന്നിട്ടുണ്ടോ? അല്ല മോളെ, നിനക്ക് നിൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അവൾ അത്ഭുതത്തോടു കൂടി ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മോളെ, ഞാൻ ലാലച്ചനെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ലാലച്ചൻ്റെ കൈകളിലേക്ക് നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന്. നീ അവിടെ സുരക്ഷിതയായിരിക്കും. ഇനിയും നീ ഇവിടെ നിന്നാൽ നീ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരും, പ്രത്യേകിച്ച് വൈജയന്തിയുടെ അടുത്ത് നിന്നും. അവൾ എന്തെല്ലാം വാക്കുകളാണ് പറയുന്നതെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അറിയാം അച്ഛാ, അറിയാം, എനിക്കും അത് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അച്ഛനെയും എന്നെയും ചേർത്ത് വെച്ച് അമ്മ ഇത്രയും മോശം പറയുമ്പോൾ എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല അച്ഛാ. ഞാൻ പോകാം. എനിക്കറിയാം അച്ഛൻ എന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൈകളിലെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ ലാലിച്ചിനെ വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. നാളെ നിന്നെ ലാലിച്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ നീ രാവിലെ റെഡിയാവണം. ഞാൻ എന്തായാലും അവിടെ കൊണ്ടുവിടാനായിട്ട് കഴിയില്ല, നിന്നെ ബസ് കയറ്റി വിടാം. ശരി അച്ഛാ എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തി ഇത് കേൾക്കുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവളെ ഇനി എവിടെയാണ് പറഞ്ഞു വിടാൻ പോകുന്നത്? അപ്പോൾ ഇനി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവളെ കാണാമല്ലോ. അതിനിപ്പോൾ ആരുടെ ഒരു അനുവാദം വേണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഒളിയും മറയുടെയൊക്കെ ആവശ്യം വേണം, അവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ ഇനി എന്തെങ്കിലും ഒരു അക്ഷരം ഉച്ചരിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കരയേണ്ടി വരും വൈജയ്. നിൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളോർത്ത് നീ നാളെ പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് നിൻ്റെ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ അലീന റെഡിയായി ഇറങ്ങുന്നുണ്ട്. അവളെ കാറിലിരുത്തിയതിന് ശേഷം ബാലചന്ദ്രൻ പോകുമ്പോൾ വൈജയന്തി വീണ്ടും വല്ലാതെ ഒരു സംസാരമാണ് ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒരു നാൾ ഇതൊക്കെ ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരും. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, സ്വന്തം അമ്മ, സ്വന്തം കുഞ്ഞ് അടുത്തുണ്ടായിട്ട് പോലും തിരിച്ചറിയാത്ത ഒരു അമ്മയുണ്ടോ ദൈവമേ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ എൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളെ? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ ഒന്നും പറയണ്ട, നീ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ വീണ്ടും വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ മുള്ളും മുനയും വെച്ചിട്ട് ഓരോ സംസാരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞൂടെ?
വേണ്ട വൈജയ് വേണ്ട, ആ കഥകളൊക്കെ പറഞ്ഞാലേ നീ ഇപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ടി വരും, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വൈജയന്തി വല്ലാതെ അങ്ങ് പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വൈജയന്തി തല താഴ്ത്തി നിൽക്കുകയാണ്. എന്തായിരിക്കും ബാലചന്ദ്രൻ എന്നെ ഉദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വല്ലാത്ത പരിഭ്രാന്തയോടുകൂടി നിൽക്കുന്നുണ്ട്. കാറിലിരുന്ന ശേഷം അലീന തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് അച്ഛാ, ഞാൻ മുത്തശ്ശിയോടൊന്ന് യാത്ര പറഞ്ഞോട്ടെ, മുത്തശ്ശിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ പോവുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, എവിടേക്കാണ് മോളെ പോകുന്നത്? അത് ഞാൻ ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശിയെ നോക്കാനല്ലേ ഞാനിവിടെ വന്നത്. പക്ഷേ വൈജയന്തി മാഡം എന്നെ എന്തെല്ലാം പറഞ്ഞു, ബാലചന്ദ്രൻ സാറിനെയും കൂട്ടി വെച്ചിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറയുന്നത് മുത്തശ്ശി കേട്ടില്ലേ? ഇനിയും അത് കേട്ട് നിൽക്കാൻ കഴിയില്ല മുത്തശ്ശി. മുത്തശ്ശിയെ നോക്കണം, മുത്തശ്ശിയെ നല്ല ചുറുചുടുപ്പോടെ എഴുന്നേറ്റ് നടപ്പിക്കണം. നടക്കുന്നത് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂന്നല്ലേ മുത്തശ്ശിക്ക് ഉറപ്പ് തന്നിരുന്നത്. ഇപ്പോൾ മുത്തശ്ശിക്ക് അസുഖങ്ങളെല്ലാം ഭേദമായി, ഇപ്പം നല്ല ഓടിച്ചാടിയല്ലേ നടക്കുന്നത്. ഇനി അപ്പോൾ എനിക്ക് പോകാം എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. മോളെ, എവിടെ പോയിരുന്നാലും മുത്തശ്ശി നീ മറക്കരുത് കേട്ടോ. എവിടെ ചെന്നിരുന്നാലും മുത്തശ്ശി ഒരു നേരമെങ്കിലും വിളിക്കണം. അവിടെ ചെന്ന് എത്തിയാൽ ഉടനെ മുത്തശ്ശിയെ വിളിക്കണം എന്ന് പറഞ്ഞ് നെറ്റിയിൽ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് മുത്തശ്ശി വിടുന്നത്. മുത്തശ്ശിക്കും അലീന പോകുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ കാറിൽ കയറുമ്പോൾ അലീന തിരിച്ച് ആ വീടും എല്ലാ പരിസരവും നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ തിരിച്ച് കാറിലേക്ക് കയറി വരുമ്പോൾ ബാലചന്ദ്രൻ്റെ മുഖത്തും വല്ലാതെ സങ്കടത്തോടു കൂടി അലീന നോക്കുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്? അല്ല അച്ഛാ, ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ അച്ഛാ? എനിക്ക് അച്ഛനെ കളഞ്ഞിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. എൻ്റെ കൃഷ്ണമോള്, എൻ്റെ അനിയൻ, സഹോദരങ്ങൾ, അമ്മ എല്ലാവരെയും കളഞ്ഞിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല അച്ഛാ. അതുകൊണ്ടാണ്. കരയേണ്ട മോളെ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നൂടെ? ഇല്ല അച്ഛാ, എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞ് അലീനയും കൂട്ടി ബാലചന്ദ്രൻ ലാലച്ചൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വഴിക്ക് വെച്ച് ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടതിന് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ശ്രദ്ധിച്ചു പോണേ, ഞാൻ ഇനി അവിടെ വന്നത് ഇനി വൈജയന്തി എങ്ങാനും അറിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. അവിടെ ചെന്ന ഉടനെ അച്ഛനെ വിളിക്കണേ മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ ബാലചന്ദ്രൻ നെറ്റിയിൽ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് അലീനയെ വിടുന്നത്. അങ്ങനെ ലാലിച്ചനെ എന്നിട്ട് ബാലചന്ദ്രൻ ഫോൺ ചെയ്യുന്നുണ്ട്. മോള് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൂടെ വന്നില്ലേ? മോൾ ഒറ്റയ്ക്കാണോ വന്നത്? അതെ, ഞാൻ അവളെ ഒറ്റയ്ക്കാണ് പറഞ്ഞു വിട്ടത്. ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടിരുന്നു. വൈജയന്തി എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ അവസാനം അലീന ബാലചന്ദ്രൻ കൊടുത്ത അഡ്രസ്സൊക്കെ നോക്കി. ലാലച്ചൻ വലിയൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ലാലച്ചൻ്റെ സ്വന്തം ഓഫീസിൽ. ഓഫീസിൻ്റെ ചുറ്റും നോക്കി ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചിട്ടാണ് അവൾ അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ ലാലിച്ചൻ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നോക്കുന്നത് കാണാം. അപ്പോൾ ലാലിച്ചൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ നിപ്പുണ്ട്, നീല ചുരിദാറാണോ അവൾ ഇട്ടിട്ടുള്ളത്? അതെ അതെ, അത് തന്നെയാ അലീന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചതിന് ശേഷം ലാലിച്ചൻ സെക്യൂരിറ്റിയെ വിളിക്കുന്നുണ്ട്. പുറത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുമെന്ന്. അങ്ങനെ സെക്യൂരിറ്റി അലീനയുടെ അടുത്ത് പോകുമ്പോൾ അലീന പറയുന്നുണ്ട്, ആദ്യം ലാലച്ചൻ എന്നാണ് വായിൽ വരുന്നത്. പക്ഷേ പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, അല്ല, സ്റ്റാൻലി സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്താ ആവശ്യം കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് സാറിനോട് പറയാനുള്ളതാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് സെക്യൂരിറ്റി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആദ്യമായിട്ട് തൻ്റെ മകളെ കാണുന്ന ലാലച്ചനും അതുപോലെ അച്ഛനെ ആദ്യമായിട്ട് കാണുന്ന അലീനയും ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ലാലച്ചൻ ഓടി വന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിലും ആദ്യമായിട്ട് അച്ഛനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇത്രയും നാളും അനാഥ എന്ന പേരിൽ കഴിഞ്ഞതിന് ശേഷം തൻ്റെ അച്ഛനെ കാണുമ്പോൾ വല്ലാതെ കണ്ണ് നിറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട്, മോളെ നീ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ ഒരിക്കലും അമ്മയെ ചതിച്ചിട്ടില്ല. നീ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ നിന്നെ അനാഥയാക്കില്ലായിരുന്നു. പോട്ടെ മോളെ, അച്ഛനോട് ക്ഷമിക്കണം നീ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല അച്ഛാ, എനിക്കറിയാം. പക്ഷേ അച്ഛനും അമ്മയും എത്രയോ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതായിരുന്നു. എനിക്കെങ്കിൽ അനാഥയായിട്ട് കഴിയേണ്ടി വരില്ലായിരുന്നു. എന്താണ് അച്ഛാ അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, മോളെ അതൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും നിന്നോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം.
പക്ഷേ അവിടെ ഒരിക്കലും മോള് എന്നെ അച്ഛ എന്ന് വിളിക്കരുത്. പതിയെ എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷം മാത്രമേ നീ എന്നെ അച്ഛ എന്ന് വിളിക്കാവൂ എന്ന്. അങ്ങനെ നേരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക്, അതായത് ലാലിച്ചിൻ്റെ തറവാട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ലാലിച്ചിൻ്റെ സഹോദരിയെ നോക്കാനെന്നാണ് അലീനയോട് പറയുന്നത്. ആദ്യം ലാലിച്ചൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വലിയ മടിയായിരുന്നു. ലാലിച്ചൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അവിടെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ എന്ത് ജോലി കൊടുക്കാനാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ലാലിച്ചിന് പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ സഹോദരിയായ ഷെറിൻ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. അവളെ നോക്കാൻ എന്തായാലും ഒരു പെൺകുട്ടി വേണം. ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അലീന അവളെ പൊന്നുപോലെ നോക്കും. അങ്ങനെ അവസാനം തീരുമാനിച്ചിട്ടാണ് അലീനയെ ഷെറിനെ നോക്കാനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ലാലിച്ചൻ്റെ അമ്മ ഇരിപ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഇതാണ് ഷെറിനെ നോക്കാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി. മോനെ, ഈ ഒരു പെൺകുട്ടി അനാഥയാണെന്നോ വീട്ടുജോലിക്കാരിയാണെന്നോ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എങ്ങനെയാ മോനെ? അതെ അമ്മേ, അവൾ വീട്ടുജോലിക്കാരിയാണ്. അയ്യോ, എന്ത് ഭംഗിയാ കുട്ടിയെ കാണാൻ, നല്ല തറവാടത്തം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഷെറിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഷെറിനെ കാണുമ്പോൾ അവൾ ഒറ്റ നിമിഷം വളരെ ഞെട്ടലോടുകൂടി നിൽക്കുന്നുണ്ട്. അതായത് രേവതിക്കുട്ടി പറഞ്ഞ അതേ ഷെറിൻ, മാമച്ചൻ്റെയും ഗ്രേസിയുടെയും മകനെ സ്നേഹിച്ചിരുന്ന ഷെറിൻ. അപ്പോൾ ഇതായിരുന്നോ എൻ്റെ അച്ഛൻ്റെ സഹോദരി, എൻ്റെ അച്ഛൻ്റെ പെങ്ങള്, എൻ്റെ ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഷെറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഷെറിൻ പതിയെ അവളെ പേടിച്ച് പിന്നിലേക്ക് പോകുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റിയല്ലേ, എൻ്റെ അപ്പച്ചിയല്ലേ, എന്തിനാ പേടിക്കുന്നത് എന്നെ? പേടിക്കണ്ട കേട്ടോ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ മോള് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അലീനയ്ക്ക് കാര്യമൊക്കെ പിടികിട്ടുന്നുണ്ട്. അയ്യോ പാവം, ആ കുഞ്ഞിനെ കാണാത്തതിലായിരിക്കും ഇപ്പോൾ എൻ്റെ അപ്പച്ചിക്ക് ഇങ്ങനെ ആയിപ്പോയത്. പേടിക്കണ്ട കേട്ടോ, നമുക്ക് കുഞ്ഞിനെ കണ്ടുപിടിക്കാം. ജിജു ചേട്ടൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതൊന്നും ആലോചിച്ചിട്ട് പേടിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാതെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അടുത്തേക്ക് വന്നേ അപ്പച്ചി, പിന്നെ ഇതെന്തൊരു കോലമാ, നമുക്ക് കുളിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് വല്ലാതൊരു അടുപ്പം തോന്നുന്നുണ്ട്. അങ്ങനെ പതിയെ അലീനയോട് അടുപ്പം കാണിക്കുകയാണ് ഷെറിൻ. അങ്ങനെ അവൾ സ്റ്റാൻലിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എണ്ണക്കുപ്പി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരത് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ എണ്ണയെടുത്ത് തലമുടിയിലൊക്കെ തേച്ച് വല്ലാതെ സ്നേഹത്തോടു കൂടി സംഭാഷണമൊക്കെ പറയുമ്പോൾ ഷെറിന് അലീനയോട് വല്ലാതെ സ്നേഹം തോന്നുന്നുണ്ട്. അങ്ങനെ അലീന ഷെറിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കുമ്പോൾ അവിടുത്തെ മുത്തശ്ശിക്ക് കാണുമ്പോൾ വല്ലാതെ അതിശയം തോന്നുകയാണ്. അയ്യോ, ഇതെൻ്റെ ഷെറിൻ തന്നെയാണോ? എത്ര നാളായി മോളെ നിന്നെ ഇങ്ങനെ കണ്ടിട്ട്, നിൻ്റെ മുഖമൊക്കെ ആകെ മാറി, എന്തോ പോലെ ആയിരുന്നല്ലോ നീ ഇരുന്നിരുന്നത്. ഇപ്പോൾ പഴയതുപോലെ എൻ്റെ ഷെറിനെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. മോളെ, അലീനയോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എൻ്റെ മോളെ ഇങ്ങനെ ആക്കിയെടുത്തില്ലേ? അയ്യോ മുത്തശ്ശി, എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? ഞാൻ ചേച്ചിയെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിപ്പിച്ചെന്നല്ലേ ഉള്ളൂ. ഇനി മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ, ഞാൻ തന്നെ ഷെറിൻ ചേച്ചിയുടെ കൂടെ ഇരുന്നോളാം. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, ഈ റൂമിൽ നീ കിടക്കണ്ട, അപ്പുറത്ത് എൻ്റെ റൂമുണ്ട്, തൽക്കാലം നീ അവിടെ കഴിഞ്ഞോ, ഞാൻ വേറെ റൂം എടുത്തോളാം. അപ്പോൾ ആരും കേൾക്കാതെ അവൾ പറയുന്നുണ്ട്, വേണ്ട അച്ഛാ വേണ്ട, ഞാൻ ഷെറിൻ ചേച്ചിയുടെ കൂടെ തന്നെ കിടന്നോളാം. ചേച്ചിയല്ല, എൻ്റെ അപ്പച്ചിയുടെ കൂടെ തന്നെ ഞാൻ കിടന്നോളാമെന്ന്. അപ്പോൾ ലാലിച്ചനും വല്ലാതെ സങ്കടമുണ്ട്. തൻ്റെ മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുന്നു. മകളായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരുടെ മുമ്പിലും തൻ്റെ മകളാണെന്ന് തനിക്ക് വിളിച്ചു പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ ആലോചിച്ചിട്ട്. ശരി മോളെ, പിന്നെ നിനക്ക് എവിടെയാണോ കിടക്കേണ്ടത് അവിടെ തന്നെ കിടന്നോ. ഇവിടെ നിനക്ക് അങ്ങനെ നീ മറ്റൊരിടം എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്കൊരു കുഴപ്പവും ഇല്ല അച്ഛാ. 22 വർഷങ്ങൾ ഞാൻ അനാഥയെപ്പോലെ ഒരു അനാഥാലയത്തിലല്ലേ കഴിഞ്ഞത്, അതും ബ്രിജിത മാം നടത്തുന്ന അനാഥാലയത്തിൽ. എനിക്കിപ്പോൾ ഇതൊക്കെ ഒരു സ്വർഗമല്ലേ അച്ഛാ. ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടു, എൻ്റെ അമ്മയെ കാണാൻ കഴിഞ്ഞു. ഇതിലപ്പുറം എനിക്കിനി എന്താ വേണ്ടത്? നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെ ലാലിച്ചിൻ്റെ മുറി വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അലീന റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അലമാരയൊക്കെ തുറന്ന് ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുമ്പോൾ അവിടെ നിന്നൊരു ഫയൽ താഴെ വീഴുന്നുണ്ടായിരിക്കും. അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ലാലിച്ചൻ സൂക്ഷിച്ചു വച്ചിരുന്ന ഫോട്ടോ, അതായത് വൈജിയുടെയും ലാലിച്ചിൻ്റെയും. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. എത്ര സ്നേഹത്തോടു കൂടിയായിരുന്നു അച്ഛനും അമ്മയും കഴിഞ്ഞിരുന്നത്.
പക്ഷേ ഇനി ഒരിക്കലും അച്ഛനും അമ്മയും ഒരുമിക്കില്ല എന്നറിയാം. അവരിപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എന്നെ അവർ പൊന്നുപോലെ നോക്കുമായിരുന്നു. എനിക്ക് അനാഥയായിട്ട് കഴിയേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ ആ ഫോട്ടോയൊക്കെ നോക്കി കണ്ണീരൊലിപ്പിച്ച് അവൾ നിൽക്കുമ്പോൾ മുത്തശ്ശി അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ഇത് നോക്കുന്നത്? അല്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾ ഫോട്ടോയൊക്കെ ഫയലിനകത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ലാലിച്ചൻ സാറിൻ്റെ കുടുംബമൊക്കെ ഇപ്പോൾ എവിടെയാണ് മുത്തശ്ശി? അപ്പോൾ അവർ ഒരു സങ്കടത്തോടു കൂടിയാണെങ്കിലും പറയുന്നുണ്ട്, മോളെ ലാലിച്ചനും ഭാര്യയൊക്കെ തമ്മിലിപ്പോൾ പിണക്കത്തിലാണ്. ഒരു മകളുണ്ട്, അവർ വേറൊരു വീട്ടിലാണ് താമസം. ലാലിച്ചനുമായിട്ട് അവർക്ക് യാതൊരു അടുപ്പവുമില്ല എന്ന്. അപ്പോൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതങ്ങൾ രണ്ട് വഴിക്കാണ് എന്നിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അലീന. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, രണ്ടുപേരും ഒരുമിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര സന്തോഷത്തോടു കൂടി ജീവിക്കായിരുന്നു. ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളാണ്. ഒരിക്കലും അതിന് തിരിച്ചു കിട്ടില്ല. അവിടെ ബാലചന്ദ്രൻ്റെ അച്ഛൻ ഒരിക്കലും അമ്മ ഇനി സങ്കടപ്പെടുത്താനും പാടില്ല. അങ്ങനെയൊക്കെ ആലോചിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അലീന അങ്ങനെ ലാലിച്ചിൻ്റെ കൈകളിലെത്തുന്ന അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴത്തോരു മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.